തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ചെയ്തു നോക്കുന്ന ഒരു അവസരത്തിൽ ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തു നോക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോഴേ കൃത്യമായിട്ട് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന് അന്നേരം സംശയം വരുമ്പോൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ് എളുപ്പ വഴിയെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഉത്തരമായിട്ട് നമ്മുടെ ഈ ഉദ്യമത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇതിൽ ഇപ്പോൾ നമ്മൾ പറയാണ്, നമ്മൾ ഇന്ന് ജോയിൻ ചെയ്ത ആളുകൾ തന്നെ നമ്മൾ ഒരു 30ഓളം പേര് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളുണ്ട്. ഈ 30 ആളുകൾ ഒരുമിച്ച് സംശയം ചോദിച്ചാൽ അത് ആൻസർ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 ആൾ ഒരുമിച്ച് സംശയം ചോദിക്കില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, എക്സ്ക്യൂസ് പറയാം. ഞങ്ങളങ്ങനെ എക്സ്ക്യൂസ് പറയുന്ന ആളുകളല്ല. ഞങ്ങളിതിന് വളരെ കൃത്യമായ, നമ്മൾ ഒരു പരിപാടി ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സർവീസാണെന്നും സേവനമാണെന്നും ഉത്തമ ബോധ്യമുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു 3 ടയർ സംവിധാനം നമ്മളുടെ നെറ്റ്വർക്ക് വിപുലീകരിക്കുന്നതനുസരിച്ച് തന്നെ നമ്മുടെ എന്താ പറയുക, സേവനങ്ങളും വിപുലീകരിക്കാനുള്ള ഒരു കൃത്യമായ സംവിധാനം നമ്മൾ ഇതിൻ്റെ ഒപ്പം വിഭാവനം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. ഒരാളും നമ്മളുടെ സേവനം നമ്മൾ പറയുന്നത്, നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം ചിലപ്പോൾ അത് പോസിബിളായി എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനതിൽ സുധീർ സാറിനെ പ്രത്യേകം പറയും. സുധീർ സാർ തലേദിവസം വിളിച്ച് പറയും, ഇന്ന സമയത്ത് ഒരാളുടെ ആൾക്ക് വേണ്ടി ടെൻഡർ ചെയ്യണം കേട്ടോ, നമ്മുടെ ഒരു സ്റ്റാഫിനെ ഒന്ന് റെഡിയാക്കണം എന്ന് ആൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് ആ സമയത്ത് റെഡി ആയിരിക്കും. കോൺട്രാക്ടർ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നമ്മളുടെ സുധീർ സാറിൻ്റെ, ഞാനിപ്പോൾ ഈ മെത്തേഡ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മാതൃകയായതുകൊണ്ടാണ്. സുധീർ സാറിൻ്റെ സ്റ്റാഫായിട്ട് നമ്മുടെ സ്റ്റാഫ് കോർഡിനേറ്റ് ചെയ്യുന്നു. അയാളുടെ ഒബ്സർവേഷനിൽ അവർ ടെൻഡർ ചെയ്യുന്നു. ഇപ്പോൾ അവർ അധികം വിളിക്കാറില്ല. എന്താണ് കാരണം? ഇപ്പോൾ അവർ സെൽഫ് റിലയൻ്റായി അവർ സ്വന്തമായിട്ട് ടെൻഡർ ചെയ്യുന്നു. സംശയം വരികയാണെങ്കിൽ വിളിക്കും. അപ്പോൾ ഈ സപ്പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്, നമ്മൾ അന്ന് പറഞ്ഞു, നമ്മളൊരു ഗ്രാസ് റൂട്ട് ലെവൽ പാർട്ട്ണറാണ്. നമ്മളുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാ പരിപാടികളും നമ്മുടെ കസ്റ്റമേഴ്സിന് സേവനങ്ങൾ നൽകാൻ, കോൺട്രാക്ടേഴ്സോ ബിഡേഴ്സോ പർച്ചേസ് ചെയ്യാൻ വരുന്ന ടെൻഡറോ ഏത് ടെൻഡറായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു സംശയം തീർക്കാൻ വരുന്ന ആൾക്ക് സംശയങ്ങൾ തീർക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആ ഗ്രാസ് റൂട്ട് ലെവൽ പാർട്ട്ണറെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഓർഡിനേഷൻ പാർട്ട്ണർ നെറ്റ്വർക്കും, അതായത് ഒരു 3 ജില്ലകൾ കേന്ദ്രീകരിച്ച് നമുക്ക് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ആളുകൾ, ഞങ്ങളുടെ ഇപ്പോഴത്തെ സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ക്ലയൻസ് നമുക്ക് അവിടെ വരികയാണ്. ആ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടേഴ്സ് ആകാം, പ്ലസ് നിങ്ങളാകാം. കാരണം കോൺട്രാക്ടേഴ്സിനും പല സംശയങ്ങളും വിളിക്കുമ്പോൾ ഡയറക്റ്റ് വിളിക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് വേണം, അത് വിളിച്ചാൽ കിട്ടുന്നത്. ഒരു 3 ജില്ലകൾക്ക് ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള രീതിയിൽ കോഓർഡിനേറ്റിംഗ് പാർട്ട്നേഴ്സിനെയും അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷന് വേണ്ടി സ്റ്റേറ്റ് ലെവൽ പാർട്ട്നേഴ്സിനെയും അതിൻ്റെ മുകളിലായിട്ട് എവർക്യൂവിൻ്റെ സപ്പോർട്ട് സംവിധാനവും നിലവിൽ വരുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അടുത്ത ആള് നിങ്ങളിങ്ങനെ നമുക്കൊരു സാധാരണക്കാരനെ ഒരു മനുഷ്യനെ ഒരു കോൺട്രാക്ടറാക്കി മാറ്റാൻ പറ്റുമോ സാറേ? സാധാരണ മനുഷ്യന് 2 കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംഭവമാണ് ഈ കോൺട്രാക്ടേഴ്സിന് പുതിയ ലൈസൻസ് എടുത്തു കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ. കാരണം അതിനൊക്കെ നല്ല ഫീസ് ഈടാക്കിയിട്ടാണ് കുറച്ച് ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന മേഖലയാണല്ലോ. ഒരു കോൺട്രാക്ട് ലൈസൻസ് എടുക്കാമെന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും വേണ്ട. സർക്കാരിന് എന്താണ് പറയുക, 4 ക്ലാസ്സുകളിലായിട്ട് ലൈസൻസ് ഉണ്ട്, A, B, C, D. അതിൽ C ക്ലാസ്സും D ക്ലാസ്സുമാണ്. അവസാനത്തെ 2 ക്ലാസ്സുകളാണ് നമുക്ക് നേരിൽ ഡയറക്റ്റ് ലൈസൻസ് എടുക്കാൻ പറ്റുന്നത്, ഡയറക്റ്റ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ ഏറ്റവും ബേസ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് ലൈസൻസ് എടുക്കാൻ, സിവിൽ വർക്കുകളോ ഇലക്ട്രിക്കൽ വർക്കുകളോ എടുക്കാൻ വേണ്ടി, സിവിൽ വർക്കുകൾ എടുക്കാൻ വേണ്ടി D ക്ലാസ്സിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആ D ക്ലാസ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ആളുടെ ബാങ്കിൽ നിന്ന്, ഇത് ചെയ്യുന്ന ബാങ്കിൽ നിന്ന് അയാൾക്കൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സോൾവൻസി അല്ലെങ്കിൽ കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കണം. അങ്ങനെ കുറച്ച് രേഖകൾ ഹാജരാക്കി നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ അദ്ദേഹത്തിന് ലൈസൻസ് നമുക്ക് എടുത്തു കൊടുക്കാം. ആർക്കും എന്ത് പറയാം, ഈ മേഖലയിലെ ഇത്. ഇനി നമ്മളൊരു ബിടെക് കഴിഞ്ഞ ഒരു അഭ്യസ്തവിദ്യനായ ഒരു തൊഴിലെഴുതനാണെന്ന് വിചാരിക്കാം. ആൾക്ക് നമുക്ക് വഴി കാണിച്ചു കൊടുക്കാം.
കാരണം എന്താണ്, അവർക്ക് കുറച്ച് ഇളവുകളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ലൈസൻസ് ഉള്ള കരാറുകാരന് നമുക്ക് പല ഏജൻസികളിൽ അവർക്ക് എംപാനൽ ചെയ്ത അവസരങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ള സംഭവമുണ്ട്. ഉദാഹരണത്തിന് അനർട്ട് സോളാർ വർക്കുകൾ ചെയ്യുന്ന ഒരാൾക്ക് അനർട്ടിൻ്റെ വർക്കുകൾ, അനർട്ട് എന്ന് പറയുന്ന ഏജൻസിയുടെ വർക്കുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എംപാനൽ ചെയ്യണം. ഇനി പല ടെൻഡറുകളും ഇപ്പോൾ പല ഏജൻസികൾ, തിരുവനന്തപുരം മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഏജൻസികൾ, സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്ര, ഓരോ സംസ്ഥാനത്തുള്ള നിർമ്മിതി കേന്ദ്രങ്ങൾ, ഇവരുടെയൊക്കെ എംപാനൽമെൻറ്റ്, അതേപോലെ നമ്മൾ KSFE മുതലായ സ്ഥാപനങ്ങൾ, KSEB, ഇതിലൊക്കെ ചില തരം വർക്കുകൾ എടുക്കണമെങ്കിൽ എംപാനൽമെൻറ്റ് വേണം. ഇതെല്ലാം നമ്മുടെ അവസരങ്ങളാണ്. ഇതിനെല്ലാം വേണ്ട എക്സ്പെർട്ട് ഗൈഡൻസ് നിങ്ങൾക്ക് തരാം. സാറിന് ഇപ്പോൾ ഒരു ലൈസൻസ് എടുത്തു കൊടുക്കാൻ ഒരു ക്ലയൻറ്റ് വരെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്താണ് പറയുക, ഇതിൻ്റെ കൂടെ ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് പുതിയ ആളുകൾ വരണം എന്നാണ് പറയുന്നത്. ഈ മേഖലയിൽ മാറ്റങ്ങൾ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക, പുതിയ ആളുകൾ വരികയും ഈ മേഖലയിലേക്ക് ഇറങ്ങുകയും അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനും നമുക്ക് അവസരം എടുക്കാം. ഓക്കെ സാർ. നമ്മുടെ IT ഇലക്ട്രീഷ്യൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞിറങ്ങുന്ന പിള്ളേർക്ക് നമുക്ക് ലൈസൻസ് എടുത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് വയർമാൻ ലൈസൻസ് ഉണ്ട്. KSEBയുടെ ഒരു അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നാണ് ആദ്യം അവർ ലൈസൻസ് കരസ്ഥമാക്കേണ്ടത് തിരുവനന്തപുരത്ത് നിന്ന്. അതൊക്കെ നമുക്ക് ഗൈഡൻസ് ഉണ്ട്, നമുക്ക് കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ട്. ഇനി നമ്മളിപ്പോൾ ഒരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ അത് നമുക്ക് ചെയ്യാം എന്നൊരിക്കലും പറയില്ല കേട്ടോ. നമ്മുടെ ഒരു സപ്പോർട്ട് സ്റ്റാഫും അങ്ങനെ പറയില്ല. അവർ പറയും അത് ഞങ്ങളൊന്ന് എൻക്വയറി ചെയ്തിട്ട് അതിന് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആളെ ആയിട്ടൊന്ന് ചോദിച്ചിട്ട് ചെയ്യാം. അത് നമുക്ക് നമ്മുടെ എന്താ പറയുക, ആ നെറ്റ്വർക്കിൽ അത് റിട്ടയേർഡ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, സർവീസിലുള്ള ആളുകളുണ്ട്. ഇവരെല്ലാം നമ്മൾക്ക് നമ്മളുടെ ഒരു രീതിയിൽ അവരെ കൃത്യമായി ട്രീറ്റ് ചെയ്യുന്ന കാരണം അവരുടെ കൃത്യമായ ആധികാരികമായ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാളെയും എന്ത് ചെയ്യേണ്ടി വരില്ല, മടക്കി വിടേണ്ട ഒരു കണ്ടീഷൻ വരില്ല ഈ കോൺട്രാക്ട് മേഖലയിലോ അല്ലെങ്കിൽ ഇതുമായി ടെൻഡർ മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ഓക്കെ സാർ. സാറേ, ഈ കോൺക്യൂല് ഓരോ ടെൻഡർ ചെയ്യുന്നവർക്ക് ഓരോ ലോഗിൻ രജിസ്ട്രേഷൻ ചെയ്യണ്ടേ, അല്ല കോമൺ രജിസ്ട്രേഷൻ ആയിക്കോ? നമുക്ക് അക്ഷയ സെന്ററിന്റെ ശരിയാണ് സാറേ. അക്ഷയ സെന്ററിന്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടെൻഡർ പ്രൊവൈഡർ, നമ്മളിപ്പോൾ ഈ ടെൻഡർ ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്കൊരു സെപ്പറേറ്റ് ഡാഷ്ബോർഡ് ഒന്നുമില്ലല്ലോ. നമ്മൾ അവരുടെ ലോഗിൻ ഉപയോഗിക്കുന്നു, അവിടെ കയറി ചെയ്യുന്നു. അതേ രീതി തന്നെ തൽക്കാലം നമ്മൾ കോൺക്യൂവിലും പിന്തുടർന്ന് സഹകരിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളും ആവശ്യം കോൺക്യൂവിന് എന്താണ് പറയുക, കോൺക്യൂവിന് വരുമാനം കിട്ടണമെങ്കിൽ നിങ്ങൾ ടെൻഡർ ചെയ്തത് ഞങ്ങൾ അറിയണം അല്ലേ. ഒരു കരാറുകാരന് ടെൻഡർ ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ എന്താണ് പറയുക, എന്നിട്ട് നിങ്ങൾ അവിടെ ഫിസിക്കലല്ലേ പൈസ വാങ്ങിക്കുന്നത്, അല്ലാണ്ട് കോൺക്യൂ കൂടെ അല്ലല്ലോ പൈസ വാങ്ങിക്കുന്നത്. നിങ്ങൾ എത്രയാണോ ഫീസ് വാങ്ങിക്കുന്നതെന്നും ഞങ്ങൾ അറിയണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു 100 രൂപ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങളെ പറ്റിച്ചാലോ അല്ലേ. അപ്പം ഞങ്ങളുടെയും ആവശ്യകതയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വരുമാനം കൺസൾട്ടേറ്റ് ചെയ്യാൻ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അതിനൊരു ഡാഷ്ബോർഡ് സംവിധാനവും നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ഈ ടെൻഡർ സർവീസ് പ്രൊവൈഡർ ആയിട്ട് നമ്മളുടെ കൂടെ ടെൻഡർ സർവീസ് പ്രൊവൈഡർ പാർട്ട്ണർ നമ്മൾ പറയുന്ന ഗ്രാസ് റൂട്ട് ലെവലോ അല്ലെങ്കിൽ കോർഡിനേഷൻ ലെവലോ സ്റ്റേറ്റ് ലെവലോ ആയിട്ട് പാർട്ട്നേഴ്സായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ നിശ്ചിത ലോഗിനുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാലോ, എപ്പോഴും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻസാണ് നമ്മളുടെ ഇപ്പോഴും സിംഹഭാഗവും എന്താ പറയുക അപഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ട്രെയിനിങ്ങൊക്കെ നമുക്ക് എളുപ്പമാണ്, നമുക്ക് വളരെ ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എപ്പോഴും, അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും ഒന്ന് ജോയിൻ ചെയ്ത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഇതേപോലെ ചെയ്യുക. ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ വരുമാനം തന്നില്ലെങ്കിലും ഞങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ ചെയ്യുക, കോൺക്യൂ ഉപയോഗിക്കുക. ഒരു ടെൻഡർക്ക് ഒരു കസ്റ്റമർ വരുമ്പോൾ അയാൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് തന്നെ ഇപ്പോൾ തൽക്കാലം ഞങ്ങളോട് സഹകരിക്കാൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഉടൻ തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ളൊരു നല്ല ഡാഷ്ബോർഡും ബാക്കിയുള്ളതും എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാം, പ്രാവർത്തികമാക്കാം. ഓക്കെ. അടുത്തത് ഇനി നമുക്ക് ഈ ഇതായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളില്ലെങ്കിലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടി എന്ന്, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസ് വളർത്താൻ എൻ്റെ ക്ലാസ്സിന് കഴിഞ്ഞോ എന്നറിയാൻ ആഗ്രഹമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് എന്താ പറയുക, തംസപ്പോ തംസ് ഡൗണോ ആയിട്ട് ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തി നമുക്ക് അടുത്ത ആ കോൺട്രാക്ടർ പോർട്ടലിൻ്റെ ഒരു ഡെമോ കൂടി ചെയ്യാം. നമുക്ക് ഡൗൺ ഉണ്ടെങ്കിൽ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് വിളിക്കൂട്ടാ നിങ്ങളെ, ഭീഷണിപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. ഡൗൺ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ന്യൂനതയായിട്ടാണ് നമ്മുടെ ഡാഷ്ബോർഡ് ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു ന്യൂനത തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ പരിഹരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നിങ്ങളുടെ രീതിയിൽ കോൺക്യൂനുള്ള ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കസ്റ്റമറാണ് നമ്മളുടെ കിങ്, കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്. അപ്പോൾ അയാളുടെ അഭിപ്രായം അനുസരിച്ചാണ് നമ്മൾ അടുത്ത മോഡിഫിക്കേഷൻ പ്ലാൻ ചെയ്യുന്നത്. അത് ഇന്ന് മാത്രമല്ല എന്നായാലും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ ഞങ്ങളെ കൃത്യമായിട്ട് അറിയിക്കണം. ഇത് ഇന്ന രീതിയിൽ നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ട്, കോൺക്യൂ കുറച്ചുകൂടി ഇതിന് ആ മേഖലയിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം മാനിച്ചിട്ടായിരിക്കും നമ്മളുടെ അടുത്ത വെർഷൻ. അല്ലെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം വരുത്താൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ക്രമീകരണം കോൺക്യൂൽ വരുത്താൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തും. അതിൻ്റെ പ്രായോഗിക വശങ്ങൾ നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സെഷനിലേക്ക് പോട്ടെ. നമ്മുടെ ബാക്കിയുള്ളത് എന്താണ്? നമുക്കിപ്പോൾ ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് കാലത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇനി കൂടുതൽ പറയണ്ടല്ലോ. അതിൽ വരുമാനം വരുന്ന വഴികളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് നമുക്കത് ഓരോന്ന് എന്തൊക്കെയാണ് വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങി നാളെ വരുമാനം വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല കേട്ടോ. നിങ്ങളും കൂടി ശ്രമിക്കുക, ഞങ്ങളും ശ്രമിക്കുക, വരുമാനം വരും, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. അതാണ് നമ്മുടെ ഈ ബിസിനസ് പ്ലാനിനെ കുറിച്ച് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ നമുക്ക് എന്ത് വിദ്യയും എന്ത് കാര്യവും നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളതിൻ്റെ പ്രായോഗിക വശത്തിന് വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വരുമാനം വരുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ വരുമാനത്തിനെ കുറിച്ച് അധികം കൺസേൺഡ് അല്ലായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആക്ടിവിറ്റി ആയിരുന്നു വലുത്. അതായത് ഇത് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും, ഈ മേഖലയിൽ കൊണ്ടുവരും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയപ്പോഴായിട്ടാണ്. ആ വിശ്വാസം ഞങ്ങൾ എന്ത് ചെയ്യാണ്, ആ വിശ്വാസത്തിൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളിപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ റവന്യൂ സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല. ഞങ്ങളതിനെക്കുറിച്ച് ബോധേടല്ല. പക്ഷേ നമ്മളെല്ലാവരും കൂടി ശ്രമിച്ചാൽ നമുക്ക് എല്ലാവർക്കും വരുമാനമുള്ളൊരു മേഖലയാക്കി ഇതിനെ മാറ്റാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാ മേഖലയിലും കോമ്പറ്റീഷൻ ഉണ്ട്, എന്നിട്ടും നിങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ കോമ്പറ്റീഷൻ വരുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ഞങ്ങൾക്ക് ഇനി കോമ്പറ്റീഷൻ വരില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ നമ്മുടെ കസ്റ്റമറുകളെ നമ്മൾ പരമാവധി വേഗത്തിൽ കണ്ടെത്തി ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മുടെ കോൺട്രാക്ടർ പോർട്ടൽ എന്ന് പറയുന്ന സംവിധാനം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കോൺട്രാക്ടർ പോർട്ടൽ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺട്രാക്ടർമാർ ഓൺലൈനായി, ടെൻഡറിങ് ഓൺലൈനായി. അപ്പോൾ പിന്നെ നമ്മുടെ സംവിധാനത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ, അതായത് ഒരു 15 സൈറ്റെങ്കിലും ഉണ്ടാവും ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിന് തന്നെ. അതേപോലെ തന്നെയാണിതും. ഈ ടെൻഡർ സൈറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, ഈ ടെൻഡർ സൈറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ആരാണ്? NIC, നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ എന്ന് പറയുന്ന നമ്മുടെ വളരെ കുറേയധികം സോഫ്റ്റ്വെയറുകൾ അല്ലേ അവർ ഇത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഡാഷ്ബോർഡ്, ഇന്നലെ ഡാഷ്ബോർഡ് കണ്ടില്ല എന്ന് ഒരു പരാതി ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഞങ്ങൾക്ക് പ്രചോദനം മൊത്തം നൽകുന്നതാണ്. 1,43,249,264 ടോട്ടൽ ടെൻഡർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടെൻഡറുകളിൽ ഒരു എന്താ പറയുക, 0.001% 100 രൂപ കിട്ടിയാലും നമ്മുടെ എന്താ പറയുക, ചിലവ് കുറഞ്ഞ സോഫ്റ്റ്വെയർ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ചിലവ് കുറച്ചുകൊണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനി വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ല, നമ്മുടെ കോൺട്രാക്ടർ പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ടർമാരുടെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിന് ലൈസൻസ് മുതൽ അവരുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പോർട്ടലാണ് കോൺട്രാക്ടർ പോർട്ടൽ. ഓക്കെ, ഞാനത് ഒരു മിനിറ്റ് കേട്ടോ. സോറി, അത് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സ്ക്രീൻ വരും. ഞാനത് കോൺക്യൂട്ട് ലോഗിൻ എടുക്കട്ടെ. സ്ക്രീൻ കാണണ്ടല്ലോ അല്ലേ? ഹലോ, ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ
ഒരു റെഡ് സ്ക്രീനല്ലേ? കോൺട്രാക്ടർ പോർട്ടൽ നമ്മുടെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് എൻജിനീയറിംഗ് വിഭാഗങ്ങളും കൂടി കേരളത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു കാര്യമാണ്. നമ്മൾ പല കാര്യത്തിലും മാതൃക കാണിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലരൊക്കെ എതിരഭിപ്രായം പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ കാര്യത്തിലൊക്കെ ഈ കേരളത്തിന് മാത്രമുള്ളൊരു മാതൃകയാണിത്. അതായത് നമ്മളുടെ കോൺട്രാക്ടർ പോർട്ടലിൻ്റെ എന്താണ് ഫണ്ട് പേജാണിത്. കോൺട്രാക്ടർ പോർട്ടലല്ല കേട്ടത്, ഇത് പ്രൈസ് 3 എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞില്ലേ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇത് ഹെഡ് ചെയ്യുന്നത് PWD ആണ്. ഇതിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനും ഇപ്പോൾ ആ പ്രൈസ് 3 ഇംപ്ലിമെൻറ്റ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും വിവരങ്ങൾ ഒക്കെ നമുക്ക് ഫസ്റ്റ് സ്ക്രീനിൽ കാണാം. ഓക്കെ, അപ്പോൾ അത് എവിടെയാണ്? പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൽ തന്നെയാണ് അതിൻ്റെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് എന്ന് നമുക്ക് കാണാം. ഇനി പ്രൈസിനൊരു ഫുൾ ഫോം ഉണ്ട്. എന്താണ് പ്രൈസിനൊരു ഫുൾ ഫോം ഉണ്ട്? നമുക്ക് കണ്ടുപിടിക്കാം, നമ്മൾ കിസ് പറയുന്ന പോലെ ഇടാ. ഓക്കെ, അവിടെ നമ്മൾ എന്ത് കാണുന്നുണ്ട്? കോൺട്രാക്ടേഴ്സ് പോർട്ടൽ എന്ന് കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു. ഇതാണ് നമ്മൾ കോൺട്രാക്ടർമാർക്ക് ചെയ്തു കൊടുക്കാനുള്ള ഓപ്പറേഷൻസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് നമുക്ക് പ്രൈസിൽ പോയിട്ട് വരണമെന്നൊന്നുമില്ല. ഈ കോൺട്രാക്ടേഴ്സ് ഡോട്ട് ഈ tenders.kerala.gov.in എന്ന് പറഞ്ഞ പോലെ തന്നെ contractors.kerala.gov.in എന്നുള്ളതാണ് അതിൻ്റെ URL അഡ്രസ്സ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ലോഗിൻ ചെയ്തു. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ലോഗിൻ ചെയ്യാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അയാളുടെ പാൻ നമ്പർ ആയിരിക്കും എപ്പോഴും യൂസർ നെയിം. ADX ഞാൻ നേരത്തെ കണ്ട കരാറുകാരൻ്റെ തന്നെ ആളുടെ എല്ലാ സാമഗ്രികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ സിഗ്നേച്ചറിൻ്റെ ഉപയോഗമുണ്ട് കേട്ടോ, പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട. ഇവിടുത്തെ നമ്മുടെ സാധ്യതകളാണ് നമ്മൾ ആദ്യം പരാമർശിക്കുന്നത് കേട്ടോ. സോറി, ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് ലോഗിനിലൊരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം സേവ് ചെയ്തിട്ട് കേട്ടോ. ഇതാണ് ഒരു കോൺട്രാക്ടർ പോർട്ടൽ അല്ലേ. ഇവിടെ നമ്മൾ നേരത്തെ സാറ് ചോദിച്ചൊരു സംശയം, ഇങ്ങനെ ഒരു ലൈസൻസാണ് ഒരു കരാറുകാരന് കിട്ടുക. അപ്പോൾ ലൈസൻസ് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട ഇതിൽ ആക്റ്റീവ് ലൈസൻസ് ഒന്നും കെടുക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ലൈസൻസ് കഴിഞ്ഞ മാർച്ച് 31 എക്സ്പയർ ചെയ്താണ്, അത് പുതുക്കാൻ കൊടുത്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആ ലൈസൻസാണ് നമ്മൾ ഇവിടെ നിന്ന് ഇത് ചെയ്യുന്നത്. ലൈസൻസിങ് പ്രോസസ്സിംഗ് ഇസ് നോട്ട് 31/3/2025 ശേഷം പറ്റൂല, നമുക്കിത് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് നമ്മുടെ എന്താ പറയുക പുതിയ പണ്ടൊരു പുസ്തകമൊക്കെ ആയിരുന്നത്, അതിപ്പോൾ നമ്മളതാണ് QR കോഡൊക്കെ വെച്ചിട്ടുള്ള പുതിയൊരു
ഷീറ്റ് ഓഫ് പേപ്പറായിട്ട്, പിന്നെ അവിടെ എന്താണ് ഒരു ID കാർഡ് ഫോർമാറ്റിൽ തരുന്നുണ്ട്. ഇവിടെ ഒരു സാധ്യത നിങ്ങൾക്കുണ്ട്. ഇത് എന്താ പറയുക, കോൺട്രാക്ടർ ലൈസൻസ് ഒന്ന് ലാമിനേറ്റ് ചെയ്ത് ഒരു ID കാർഡായിട്ട് കൊടുക്കാൻ ഇത് ഈ ഭാഗം ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാം. അക്ഷയക്കാർ കൊടുക്കാമല്ലോ. എല്ലാവരും ഇതേപോലെ ലൈസൻസ് എന്താ പറയുക അങ്ങനെ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നില്ല, എപ്പോൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു. കണ്ടോ, ഇവിടെ ആൾക്കൊരു ലൈസൻസ് നമ്പർ ഉണ്ടാവും, ആളുടെ പേരുണ്ടാവും, പിന്നെ ഒരു അഡ്രസ്സ് ഉണ്ടാവും. ഈ വിവരങ്ങളാണ് നമ്മുടെ കോൺക്യൂൽ ആധികാരികമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അയാളുടെ ക്ലാസ് ഉണ്ടാവും. കണ്ടോ, ഇത് 31/3/2025 എക്സ്പയർ ചെയ്തു. ഇത് നമ്മൾ പുതുക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ നമ്മുടെ കോൺട്രാക്ടർ പോർട്ടലും കുറേയധികം മാറ്റങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് അതുകൊണ്ട് ലൈസൻസ് കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മുടെ ഇൻബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻബോക്സിൽ വരുന്ന കാര്യങ്ങളാണ് കരാറുകാരന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. വേണ്ട, ഇവിടെ ലൈസൻസിന് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ഉപയോഗിക്കില്ല. ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് കിട്ടിയ വർക്കുകൾ വരുന്ന സ്ഥലമാണ് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ്. കിട്ടിയ വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെൻഡറിൽ പങ്കെടുത്തു, നമുക്കത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കത്താണ് നമുക്ക് എന്താ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സെലക്ഷൻ നോട്ടീസ് എന്നൊക്കെ പറയും. കണ്ട, അവിടെ ഒരു ഫോർമാറ്റ് ഉണ്ട്. നിങ്ങൾ ഈ ടെൻഡർ ചെയ്ത ഇന്ന വർക്കിന് നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് ആ വർക്ക് എന്ത് ചെയ്തു, അവാർഡ് ചെയ്തു. നിങ്ങൾ 14 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഒരു കരാർ ഉടമ്പടിയും അതിൻ്റെ കൂടെ തന്നെ അതിന് വേണ്ട സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കരാർ ഉടമ്പടിയിൽ ഒപ്പുവെക്കണം എന്നാണ് ഫസ്റ്റ് പേജ്. അതിന് വേണ്ട സ്റ്റാമ്പ് പേപ്പർ എത്രയാണ്, 2250 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണ്. ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റാമ്പിംഗ് ആണ്, ഒറ്റ സ്റ്റാമ്പ് പേപ്പർ എടുത്ത് അയാൾ വരുന്നു. അപ്പോൾ ഈ LSCDയിൽ മാത്രം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LSCD തിരക്കുള്ള, അതായത് പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് മുതലായ ഓഫീസുകളിലൊന്നും ഈ എഗ്രിമെൻറ്റിന് മുദ്രപത്രം മാത്രം കൊണ്ട് കൊടുത്താൽ പോരാ, അതിലുള്ള മാറ്ററും കൊണ്ട് അടിച്ചു കൊടുക്കണം. അത് നമ്മുടെ ഒരു സാധ്യതയാണ്. നമുക്ക് മുദ്രപത്രത്തിൽ ആ ടെംപ്ലേറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി എന്താണ്, ഒരു പെർഫോമൻസ് ഗ്യാരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോം ഉണ്ട്. ഇത് നമുക്ക് എന്താണ്, അതായത് ട്രഷറിയിൽ കൊടുക്കേണ്ട, ഇത്ര രൂപയ്ക്ക് ട്രഷറിയിൽ അല്ലെങ്കിൽ ബാങ്കിലോ കൊടുക്കേണ്ട ഫോം ഫില്ലിങ്, ഇത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, അയാൾക്ക് വേണ്ടിയിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ എന്താണ് പറയുന്നത്, ഇവിടെ ഞാൻ ബാക്കി കണ്ടീഷൻസ് ഒന്നും വിശദമായിട്ട് പോകുന്നില്ല. അവിടെ എന്താണ്, ഇവിടെ കണ്ട 6ാമത്തെ കണ്ടീഷൻ, യു ആർ റിക്വസ്റ്റഡ് ടു ടേക്ക് ആൻ ഇൻഷുറൻസ് കവർ ഫോർ ആൻ എമൗണ്ട് ഓഫ് 2 lakh. അതായത് ഈ 2 ലക്ഷം രൂപയുടെ ഒരു പോളിസി നിർബന്ധമായും എഗ്രിമെൻ്റ് വയ്ക്കണമെങ്കിൽ ഹാജരാക്കണം. ഇത് നമ്മുടെ സാധ്യതയാണ്. ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതൊന്നും ഞാനെന്താണ്, നമ്മളുണ്ടാക്കുന്ന നിയമമല്ല, സർക്കാർ പറയുന്ന നിയമങ്ങൾ നമ്മൾ അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, നമ്മൾക്ക് അവർക്ക് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനുള്ള ലാഭം ഉണ്ടാക്കാം. ഇനി എന്താണ്, ഒരു ഡിപ്ലോമ ഹോൾഡർ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാരെ എന്താണ്, ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡിപ്ലോമക്കാരെ വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ അവർ എത്ര രൂപയ്ക്കാണ്, ഏത് ഷെഡ്യൂൾ അനുസരിച്ചാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതും പറയുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ ഈ സ്വീകരണ പത്രം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ പറഞ്ഞ് എഗ്രിമെൻറ്റും ബാക്കിയുള്ളതൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ അതിന് എഗ്രിമെൻറ്റ് വയ്ക്കും. എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും. എന്തൊക്കെയാണ് ആ സ്റ്റെപ്പുകൾ? നമുക്ക് സ്ഥല കൈമാറ്റ പത്രിക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, സൈറ്റ് ആൻഡ് ഓവർ. അത് അയാൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. സൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിജിറ്റൽ സൈനാണ്. ആ ഡിജിറ്റൽ സൈൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഉപയോഗിച്ച് സൈൻ ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്കൊരു എന്തുണ്ട്, നമ്മുടെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു, പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒരു സൈറ്റ് ആൻഡ് ഓവർ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് എന്ത് പറയുക, സൈറ്റ് ആൻഡ് ഓവർ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻസ് ഇതെടുത്തു. അതിൽ എന്താണ് പറയുന്നത്, ഇന്ന ദിവസം സൈറ്റ് കൈമാറി എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇവിടെ ആക്ഷൻസ് എന്നുള്ള ബട്ടൺ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് കേട്ടോ, സൈൻ ദ പെർഫോമ. അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, എന്താണ്, NIC ഡിസൈൻ. ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ട്, NIC ഡിസൈൻ എന്നുള്ള സോഫ്റ്റ്വെയർ അല്ലേ. NIC ഡിസൈൻ റണ്ണിങ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനതൊന്ന് ട്രബിൾ ഷൂട്ട് ചെയ്യണം. NIC ഡിസൈനെ ഞാൻ വന്ന് ആക്ടിവേറ്റ് ചെയ്തു, തിരിച്ചങ്ങോട്ട് പോയി. ഓക്കെ, ആക്ഷൻസ്, സൈൻ ദ പെർഫോമ. ഇപ്പോൾ NIC ഡിസൈനും വേണം, ഇവിടെ നമുക്ക് NIC ഡിസൈനും വേണം, ഡീറ്റെയിൽ സിഗ്നേച്ചറും വേണം. ഈ ടോക്കണിൻ്റെ പാസ്വേഡ് ചോദിക്കുമ്പോൾ നമ്മളത് അതടിച്ചു കൊടുക്കുക, 680123. പാസ്വേഡ് ഞാൻ
ഓക്കെ. അപ്പോൾ നമ്മളോട് ഒന്നും കൂടെ എന്താ പറയുക, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് കാണിക്കും. ഒരു കൺഫർമേഷനൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കൺഫേം സൈൻ എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ഹിഡൻ ആയിരുന്നോ എന്ന് സംശയമുണ്ട്. PDF സക്സസ്ഫുള്ളി സൈൻഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് പറയുക, ഇവിടെ കണ്ട ഇന്ന വർക്ക് ഞാൻ ഇന്ന ദിവസം ഏറ്റെടുത്തു എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് ഞാൻ ഏറ്റെടുത്തു എന്നുള്ളത് ആളറിയിക്കണം. എന്നിട്ട് ആ ഉദ്യോഗസ്ഥൻ അത് കൗണ്ടർ സൈൻ ചെയ്യുമ്പോഴാണ് അതെന്താവുന്നത്, ഇവിടെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. ഓക്കെ. ഇത് സബ്മിറ്റ് ചെയ്തെന്ന് ഉറപ്പാക്കാനുള്ള വഴി എന്ന് വെച്ചാൽ ഹിസ്റ്ററി നോക്കാം. ഇപ്പോൾ നമ്മളെന്താണ്, നമ്മളോട് ടേക്കൺ ഓവർ സൈറ്റിൽ നിന്ന് LSCD സെക്ഷൻ പടികളുന്ന ഓഫീസിൽ നിന്ന് ആർക്ക് വന്നു, ആ കരാറുകാരന് വന്നു. അയാൾ എന്ത് ചെയ്തു, 21/18 ആ സമയമായല്ലേ, കൗണ്ടർ സൈനിങ്ങിന് എന്ത് ചെയ്തു, സബ്മിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഇപ്പോൾ അതെവിടെയാണ് കിടക്കുന്നത്, ലാസ്റ്റ് കിടക്കുന്നത് LSTD സെക്ഷൻ ഓഫീസ് പടിയൂരാണ്. ഇങ്ങനെയുള്ള കരാറുകാരൻ്റെ എല്ലാ കാര്യങ്ങളും, അയാളുടെ വർക്കിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കോൺട്രാക്ടർ പോർട്ടൽ ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് അടുത്ത സെഷനിൽ നമ്മൾ ഇതിൻ്റെ ഒരു വിശദമായ മെഷർമെൻ്റ് എന്താണ്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ആണ് നമ്മുടെ അടുത്ത സെഷനിൽ നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ സെർവ് ചെയ്യുന്നത് കരാറുകാരെയാണ്. ആ കരാറുകാർക്ക് അനുകൂലമായിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ഇതിൽ കിട്ടുന്നുണ്ട്, കരാറുകാർക്ക് ഏതൊക്കെ രീതിയിലുള്ള സർവീസുകൾ നമുക്ക് കോൺട്രാക്ടർ പോർട്ടൽ ഉപയോഗിച്ച് പ്രൊവൈഡ് ചെയ്യാം എന്നതാണ് നമ്മളുടെ അടുത്ത സെഷനിൽ പറയുന്നത്. ഓഫ് കോഴ്സ് ഇന്ന് നമുക്കെന്താണ്, നമ്മളൊരു ടെൻഡർ എന്നുള്ള പരിപാടി ഒന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ കണ്ടു. ഇന്നത്തെ സെഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും, റെഫറൻസിന് തരുന്നതായിരിക്കും. അത് കൂടാതെ നാളെയും നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഇന്ന് തന്നെ ഗ്രൂപ്പിൽ കോൺക്യൂ എന്താ പറയുക, മെമ്പർ ആകാനുള്ള ഒരു ഓപ്ഷൻ, നമുക്കൊരു ട്രയൽ ലോഗിൻ എടുക്കാനുള്ള ഓപ്ഷൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും, കുറച്ച് ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്തവരെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരു ഫോൺ നമ്പറും ഇമെയിൽ ID കിട്ടും, ബാക്കിയൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചും കഴിഞ്ഞിട്ട് അവരെ വിളിക്കാതിരുന്നതിന് കാരണമുണ്ട്. കാരണം അവരെന്തായാലും ക്ലാസ്സിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇൻറ്റൻസീവ് ഫോളോ അപ്പ് വരുമ്പോൾ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇത് ചെയ്യാണ്. നാളെ നമ്മൾ അപ്പോൾ എല്ലാവരും നമ്മൾ ഒരുമിച്ച് കോൺക്യൂം ഒരു ടെൻഡറും ചെയ്യാൻ ഉള്ള രീതിയിലുള്ള അതിൻ്റെ ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ മറ്റ് നമ്മുടെ കോർ ഗ്രൂപ്പുമായി ആലോചിച്ചിട്ട് മറ്റു വിഷയങ്ങളിൽ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ലൈസൻസിങ് അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഇപ്പോൾ തന്നെ പരാമർശിക്കേണ്ടതുണ്ടോ മുതലായ കാര്യങ്ങൾ ഒന്ന് ഇത് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ സിലബസ് നാളെ തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ളത്, ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെയും കേട്ടോ. നമുക്ക് ഈ ക്ലാസ് 1 മണിക്കൂറിൽ തന്നെ ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യണം കേട്ടോ. കാരണം ഇപ്പൊ നോക്കിയേ അവസാനം നമ്മുടെ ആള് കുറഞ്ഞ് സമയം വൈകി അതാണ് പ്രശ്നം. കാരണം അങ്ങനെ തന്നെ ഇരിക്കണേ. അതെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ലാഗ് എന്നല്ല, അതങ്ങനെ പ്രോസസ്സ് അത്രയും പോയി. അരമണിക്കൂർ കൂടി അല്ലേ ശരിക്ക്, സോറി. അത് അടുത്തതിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്കതേ അതായത് കാര്യം വെച്ചാൽ ഈ വരുന്ന ആളുകൾ നേരെ അക്ഷയൊന്നും നേരെ ഇതിന്റെ മുന്നേ ഇരിക്കണേ, അതാണ്. അപ്പൊ അതൊരു 1 മണിക്കൂർ തന്നെ ആക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണം. അപ്പൊ വേറെ ഇന്നിപ്പോ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. നാളെ